ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ചില സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സ്റ്റാർട്ടപ്പുകൾ അധികം മുൻപോട്ട് പോകാത്തത്? എന്തുകൊണ്ടാണ് ചില സ്റ്റാർട്ടപ്പുകൾ ഉദ്ദേശിച്ച വരുമാനവും ആദായവും നൽകാത്തത്? ഇതിന് കാരണം സ്റ്റാർട്ടപ്പിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ അപാകതകളാണ്. പലപ്പോഴും ആളുകൾ സ്റ്റാർട്ടപ്പുകൾ തിരഞ്ഞെടുക്കുന്നത് വിജയിച്ച സ്റ്റാർട്ടപ്പുകളെ നോക്കി അതുപോലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കാർബൺ കോപ്പി എന്ന നിലയിൽ ആണ് ചെയ്യുക. എന്നാൽ വിജയിച്ച ഒരു സ്റ്റാർട്ടപ്പ് അത് വേറൊരാൾ അതുപോലെ പകർത്തിയത് കൊണ്ടോ അതിൻ്റെ രീതിയിൽ വേറൊരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് കൊണ്ടോ കാര്യമില്ല. കാരണം ഒരു സ്റ്റാർട്ടപ്പ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ അഭിരുചിക്ക് അനുയോജ്യമായ ഒരു സ്റ്റാർട്ടപ്പ് ആയിരിക്കണം. കാരണം ഒരാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ, ഒട്ടും അഭിരുചിയില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ ആ സ്റ്റാർട്ടപ്പ് ആവശ്യപ്പെടുന്ന ഒരു മാനസിക പിൻബലം ലഭിക്കുകയില്ല. സ്റ്റാർട്ടപ്പുകളുടെ വിജയത്തിന് മാനസിക പിൻബലം വളരെ പ്രധാനമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തിരഞ്ഞെടുക്കുക? ഒരു സ്റ്റാർട്ടപ്പ് തിരഞ്ഞെടുക്കുമെങ്കിൽ ഒരു വ്യക്തിക്ക് എത്ര സമയം വേണമെങ്കിലും, എത്ര മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ ഒരു പ്രത്യേക വിഷയത്തിൽ ചിലവഴിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എത്ര സമയം ചെലവഴിച്ചാലും അയാൾക്ക് സന്തോഷമാണ് എന്നുള്ളത്, അതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊന്ന്, ആ ഒരു വിഷയത്തിനു വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ, അധ്വാനിക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. കാരണം ആ അധ്വാനവും കഷ്ടപ്പാടുമൊക്കെ അയാൾക്ക് ഒരു ലഹരിയാണ്, ഒരു സുഖമാണ്. മാത്രമല്ല, അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി പ്രതിഫലം പോലും ഇല്ലാതെ എത്ര നാൾ വേണമെങ്കിലും ജോലി ചെയ്യാൻ അയാൾ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിൽ അയാൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.